കോർപ്പറേറ്റ് ലൈഫിൽ ഞാൻ ചെയ്ത തെറ്റുകൾ പറഞ്ഞ സമയത്ത് ഒരുപാട് പേർക്ക് അത് കണക്റ്റായി. ഇനി ഞാൻ ചെയ്ത കുറച്ച് ശരികളും പറയാം. ശരികളാണെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ന ഒരു സ്പെസിഫിക് ജോബ് വേണമെന്ന് ഇനിഷ്യൽ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വരുന്ന സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ജോലി കിട്ടി എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2, കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയുന്ന ചില റോളുകൾ എന്താണെന്ന് കൂടെ അറിയാതെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുമുണ്ട്. ആ റോളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അതിലൊരു റോളാണ് ഞാൻ സ്കൂളിൽ അറ്റൻഡൻസ് ഓഫീസറായിട്ട് ഏകദേശം 1 വർഷം അവിടെ സ്പെൻഡ് ചെയ്തത്. അത് വളരെ നല്ലൊരു ഡിസിഷനായി എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ആ പൊസിഷൻ്റെ പേര് കേട്ടപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും അവിടെ ചെന്ന് എല്ലാം പഠിച്ച് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. 3, എനിക്ക് മാത്രം ജോലിയൊന്നും സെറ്റാകുന്നില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് മാറ്റി ഞാൻ അപ്ലൈ ചെയ്യുകയാണെന്നും എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്നൊരു തോട്ടിലേക്ക് വരികയും അതുപോലെ തന്നെ ഓരോ ജോബ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്തും എൻ്റെ സ്കില്ലുകളുമായി മാച്ച് ചെയ്ത് ഇത് ഏതൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കാം എനിക്കിതിന് ഇൻ്റർവ്യൂ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളൊരു ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സിലേക്ക് പോയ സമയത്ത് ഒരുപക്ഷെ എൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ കൂടിയും എൻ്റെ സ്കിൽസുമായി മാച്ച് ചെയ്ത പല റോളുകളിൽ നിന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു.